കേരളത്തിൽ ബി.ജെ.പി വളരില്ല എന്ന് പറഞ്ഞവർക്ക് മറുപടിയായിട്ടാണ് ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ ഓരോ പ്രവർത്തനങ്ങളും. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിനു ശേഷം പല തീരുമാനങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്, ഒരു ചിട്ടയുണ്ട്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ ഒരു ഏകോപനവുമായിട്ട് ആരൊക്കെ എവിടൊക്കെ നിൽക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്, ജില്ലാ തലത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ഏകോപനവുമായിട്ടാണ് ഇപ്പോൾ ബി.ജെ.പി വന്നിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന് മറ്റു പാർട്ടികളൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ഒരടി മുന്നേ എറിയുക എന്നുള്ള ഒരു തന്ത്രമാണ് ബി.ജെ.പി ഇപ്പോൾ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശ്രീജി? എന്തായാലും ഇനി തിരഞ്ഞെടുപ്പ് കാലമാണ്. മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് കൊണ്ട്. അതിനുശേഷം അടുത്ത വർഷം ആദ്യം തന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പും. രണ്ടും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നാം കണ്ടിരുന്നു, അത്ഭുതപൂർവമായ ഒരു വളർച്ചയാണ് ബി.ജെ.പി കൈവരിച്ചിരിക്കുന്നത്. ആദ്യമായി തന്നെ തൃശ്ശൂരിൽ നേടുന്നു, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് 2ാം സ്ഥാനം നേടുന്നു, ആറ്റിങ്ങൽ, ആലപ്പുഴയും കണ്ണൂരും, അതോടൊപ്പം തന്നെ ബി.ജെ.പിക്ക് സ്വാധീനമില്ലാത്ത എല്ലാ പ്രദേശങ്ങളിലും ബി.ജെ.പിക്ക് വളർന്നു കയറാനുള്ള ഒരു സ്പേസ് അവർ കണ്ടെത്തിയെടുക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡും കണ്ണൂരും എല്ലാം 1 ലക്ഷത്തിന് പുറത്ത് ബി.ജെ.പി നേടിയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും വോട്ട് വർധനവിനേക്കാൾ ബി.ജെ.പി ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് കോട്ടകളായി അറിയപ്പെടുന്ന ഈ കണ്ണൂരായാലും കാസർഗോഡായാലും CPM-ന്റെ കോട്ടകളിലേക്ക് വളർന്നു കയറാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വളർച്ച അത് തുടരുകയാണെങ്കിൽ കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റം തന്നെ സംഭവിക്കുമെന്ന് ബി.ജെ.പിക്ക് തന്നെ കൃത്യമായി അറിയാം. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവിനെ കേരളത്തിലെത്തിച്ച് പ്രസിഡന്റ് ആക്കിയതിന് പിന്നാലെ ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാം ചിട്ടയായ പ്രവർത്തനമാണ്. അല്ലാതെ സുരേന്ദ്രനെ പോലെ മൈക്ക് കാണുമ്പോൾ 35 സീറ്റും ഭരണവും കേരളം ഞങ്ങളുടെ കയ്യിലാണെന്ന രീതിയിലുള്ള പ്രസ്താവനയൊന്നുമില്ല. അദ്ദേഹം പറയുന്നതെല്ലാം ചുരുക്കി പറയുമ്പോൾ അതിൽ കൃത്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയ രീതിയിൽ വാർത്താ സമ്മേളനം നടത്തുക, എപ്പോഴും മാധ്യമങ്ങൾക്കിടയിൽ ജീവിക്കണമെന്നോ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം എപ്പോഴും ഈ പ്രവർത്തകർക്കിടയിലാണ്. എങ്ങനെയെങ്കിലും പാർട്ടിയെ കേരളത്തിൽ വളർത്തുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹം തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ കേരളത്തിൽ വന്നത് എനിക്ക് നേതാവാകാനല്ല, പല നേതാക്കളെയും വളർത്തിയെടുക്കുവാനാണ്. അതിൽ നിന്ന് തന്നെ സന്ദേശം വ്യക്തമാണ്. പല നേതാക്കളും വളർന്നു വരുമ്പോൾ ഓരോ ജില്ലയിലും, ഓരോ പ്രദേശത്തും, ഓരോ പഞ്ചായത്തിലും, ഓരോ ബൂത്തിലും നേതാക്കൾ വളർന്നു വരുമ്പോൾ മാത്രമാണല്ലോ ഒരു സംഘടനയ്ക്ക് വളരാൻ കഴിയുക. അങ്ങനെ വളരുമ്പോഴാണല്ലോ ജനങ്ങൾക്ക് സമീപിക്കാൻ കഴിയുക. അല്ലാതെ മുകൾ തട്ടിൽ തന്നെ നേതാക്കളുണ്ടെങ്കിൽ ഈ സാധാരണക്കാർക്ക് എത്രത്തോളം അവരുടെ സഹായം തേടാൻ കഴിയും? അപ്പോൾ അടിത്തട്ട് ശക്തമായി തന്നെ പ്രവർത്തിക്കണം. അതിൻ്റെ നീക്കങ്ങളാണ് രാജീവ് തുടർച്ചയായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ പറയുമ്പോൾ പോലും ജനങ്ങളെ ഈ പാർട്ടി പ്രവർത്തകരുമായി ബന്ധപ്പെട്ട ഒരു യാത്രയിലാണല്ലോ. പാർട്ടി കൺവെൻഷനുകൾ എല്ലാ ജില്ലകളിലും നടക്കുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, 14 ജില്ലയായിരുന്നു പണ്ട് ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അതിനെ 30 ജില്ലയായി മാറ്റിയിട്ടുണ്ട്. ആ 30 ജില്ലാ കമ്മിറ്റികളിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട കൺവെൻഷനുകൾ നടന്നു വരുന്നത്. കൺവെൻഷനുകളിലാണ് ബി.ജെ.പിയുടെ ആശയം എന്താണ്, അജണ്ട എന്താണ്, രാജീവിൻ്റെ ലക്ഷ്യം എന്താണ്, രാജീവ് എന്താണ് പ്രവർത്തകരുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നത്, എന്ത് സന്ദേശമാണ് പ്രവർത്തകർക്ക് നൽകുന്നത് എന്ന വ്യക്തമായ ഒരു ധാരണയോടുകൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുകയും തൻ്റെ വികസന കാഴ്ചപ്പാട് എന്താണ്, ബി.ജെ.പിയുടെ വികസന കാഴ്ചപ്പാട് എന്താണെന്ന് പ്രവർത്തകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ അടിത്തറയിൽ നിന്ന് തുടങ്ങണം. കാരണം ഈ പറഞ്ഞതുപോലെ നമ്മൾ MP-മാരെ MLA-മാരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊന്നും കണ്ടിട്ടായിരിക്കത്തില്ല. ഇപ്പൊ അടിത്തറ, അതായത് നമ്മൾ ഓരോ തദ്ദേശ സ്ഥലങ്ങളിലും വരുമ്പോഴത്തേക്കും, ഓരോ മണ്ഡലങ്ങളിലേക്കും ഓരോ സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും അവിടുത്തെ ലോക്കൽ നേതാക്കന്മാർക്കാണ് കുറച്ചുകൂടി രാജീവിന്റെ വാക്കുകൾ. അതെ, കാരണം ഞാൻ നേതാവാകാനല്ല, ഇല്ല, പ്രാദേശിക ലെവലിൽ തന്നെ നേതാക്കളെ വളർത്തിയെടുത്താൽ മാത്രമേ അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോഴാണ്. മാത്രമല്ല നമ്മൾ കാണുന്ന ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയപ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരു ജാഥ പോലെ അല്ലെങ്കിൽ ഒരു ഇതുപോലെ നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ തന്നെ സ്റ്റുഡിയോയിൽ ഇരുന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഓരോ പാർട്ടി ഓഫീസുകളും സേവാ കേന്ദ്രങ്ങളാക്കും എന്നുള്ളത്. കാരണം നരേന്ദ്രമോദി കേന്ദ്ര സർക്കാർ എന്തൊക്കെ തരുന്നു, എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിൽ അത് പോകണം, അതിന് വേണ്ടുന്ന ഒരു ഹെൽപ്പ് ലൈൻ സെന്ററുകളാക്കും ഈ പാർട്ടി ഓഫീസ്. കാരണം ഒരു പാർട്ടിക്കാരും ഒരു പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. കാരണം പലപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും നമുക്ക് ആർക്കും അറിയില്ല. പല നല്ല നല്ല പദ്ധതികളുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് പോലുള്ള പല നല്ല പദ്ധതികളുണ്ട്. ഇതൊന്നും നമുക്കറിയില്ല. പലപ്പോഴും സംസ്ഥാന സർക്കാർ അതിന് വേണ്ടുന്ന ഒരു PRDO അല്ലെങ്കിൽ ഒരു പ്രൊമോഷനോ കൊടുക്കാറില്ല. അപ്പം നമുക്ക് പലതും വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് പാടില്ല. എന്താണ് കേന്ദ്ര സർക്കാർ, എന്തൊക്കെയാണ് ഓരോ
ഓരോ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്, എന്തൊക്കെ ചെയ്താൽ ഇതിലേക്ക് എത്താൻ പറ്റും, ഇത് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പാർട്ടി ഓഫീസിൽ ചെന്ന് കയറിയാൽ ഈ സേവ, ഈ ഹെൽപ്പുകൾ ഈ അവർ തന്നെ പാർട്ടി ഓഫീസിൽ ആരാണോ ഉള്ളത് അവർ ചെയ്ത് നടത്തും. മറ്റുള്ള പാർട്ടി ഓഫീസിലൊക്കെ സാധാരണക്കാർ ചിലപ്പോൾ കയറുമോ എന്ന് തന്നെ അറിയത്തില്ല. അവിടെ വെറുതെ കുറേ പേര് ഇല്ല പറഞ്ഞ ചായയും കുടിച്ച് ബീഡിയും വാങ്ങിച്ച് പത്രം നോക്കി ഇരിക്കുന്നതാണ് പാർട്ടി. പക്ഷെ പാർട്ടി ഓഫീസുകൾ പോലും ജനങ്ങളുടെ ചില നന്മകൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണം, അവിടെ നിന്നാണ് ഇപ്പോൾ ശ്രീജിത്ത് മുമ്പേ പറഞ്ഞതുപോലെ പ്രാദേശിക തലത്തിലുള്ള ജനങ്ങളെ നേടിയെടുക്കുന്ന, വോട്ടേഴ്സിനെ നേടിയെടുക്കുന്ന ആ ഒരു ബുദ്ധിപരമായ നീക്കം രാജീവ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. അത് വലിയൊരു വല്ലാത്ത നീക്കം തന്നെ. ഇപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ജില്ലാ തലങ്ങളിൽ ഓരോ ജില്ലകളിലേക്കും ഓരോ ആൾക്കാരെ ഇതൊന്ന് ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ എടുത്തുക്കുന്നു. ആ വ്യക്തികളെല്ലാം തന്നെ ഒരുപക്ഷെ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തികൾ തന്നെ. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു എന്താ പറയുന്നത്, ഞാൻ ആദ്യം പറയും ചിട്ടയായുള്ള പ്രവർത്തന രീതി തന്നെയാണ് BJP കാഴ്ചവെക്കുന്നത്. പക്ഷേ രാജീവ് ഇപ്പം നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഞങ്ങൾ BJP കേരളം പിടിച്ചെടുക്കുക ഇതൊന്നും അല്ല പറയുന്നത്. ഞങ്ങൾ ഇത്ര മുതൽ ഇത്ര ശതമാനം വരെ വോട്ട് വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യം. അപ്പോൾ ഒരു അടിത്തറയിൽ നിന്ന് ചെറുതായിട്ട് തുടങ്ങുകയാണ്. ഞങ്ങൾ ഇത്ര ശതമാനം വോട്ട് വർദ്ധിപ്പിക്കുക, അതേ ഉള്ളൂ ഞങ്ങൾക്ക് ലക്ഷ്യം. ഞങ്ങൾ കേന്ദ്ര പദ്ധതികളെ കുറിച്ച് പറയുമ്പോഴാണ്, ഒരു 10 കേന്ദ്ര പദ്ധതികൾ ഉണ്ടെങ്കിൽ 7 സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയില്ല. പക്ഷെ 3 നടപ്പിലാക്കും. അത് CPM-ന്റെ പേരിൽ. സംസ്ഥാന സർക്കാർ. കാരണം പിണറായിയുടെ കേന്ദ്ര ഫണ്ടായിരിക്കും, പക്ഷെ ചിത്രം വരുന്നത് പിണറായിയുടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖമായിരിക്കും. അതിനെല്ലാം തരണം ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട BJP-യുടെ ലക്ഷ്യം ആദ്യം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൃത്യമായി തന്നെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. അതിനുവേണ്ടി ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്ന പദ്ധതി എന്ന് പറയുമ്പോൾ എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും കൃത്യമായി തന്നെ ജില്ലാ അടിസ്ഥാനത്തിൽ ഓരോ നേതാക്കൾക്കും ചുമതല വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം. അവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇതാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുക, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. അതും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ തിരഞ്ഞെടുത്ത് കഴിവുള്ളവരെ, പ്രത്യേകിച്ച് യുവാക്കളെ തിരഞ്ഞെടുത്താണ് ഓരോ ജില്ലകളിലും അവർ ചുമതലയായി നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് കോട്ടയം. കോട്ടയത്ത് ഷോൺ ജോർജ് ആണ്. ഷോൺ ജോർജ് അറിയാമല്ലോ, പിണറായി വരെ മുൾമുലയിൽ നിർത്തുന്ന, അദ്ദേഹത്തിനെതിരെ തന്നെ വെല്ലുവിളിച്ച് അദ്ദേഹത്തിന്റെ മകളുടെ അഴിമതി ഉൾപ്പെടെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ഷോൺ ജോർജ് എന്ന ന്യൂനപക്ഷ മുഖമായി മാറിക്കൊണ്ടിരിക്കുന്ന, കേരളത്തിലെ തന്നെ ന്യൂനപക്ഷ മുഖമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് ഷോൺ ജോർജ്. പിന്നെയുള്ളത് ആലപ്പുഴയിലാണ് N. ഹരി. പിന്നെ കൊല്ലത്ത് VV രാജേഷ് മുൻപ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പദവികൾ അലങ്കരിച്ചിരുന്ന ഒരാളാണ്. എറണാകുളത്ത് അശോകൻ കുളനട. അതോടൊപ്പം തന്നെ പത്തനംതിട്ട നമുക്കറിയാം, ശബരിമല പ്രക്ഷോഭകാലത്തെല്ലാം വലിയ രീതിയിൽ BJP-ക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു പ്രദേശം കൂടിയാണ്. വലിയ രീതിയിൽ പെട്ടെന്നായിരുന്നു പത്തനംതിട്ട ജില്ലയിലെല്ലാം BJP-യുടെ വളർച്ച ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ശബരിമല പ്രക്ഷോഭമാണ്. പക്ഷെ അതൊന്നും ഒരു വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പറയുമ്പോഴും പന്തളം നഗരസഭ, കേരളത്തിൽ 2 മുനിസിപ്പാലിറ്റികൾ മാത്രമാണ് BJP ഭരിക്കുന്നത്. ഒന്ന് പാലക്കാടും മറ്റൊന്ന് പന്തളവുമാണ്. അങ്ങനെ BJP-ക്ക് വലിയ അടിത്തറയുള്ള ഒരു മണ്ണ് കൂടിയാണ് പത്തനംതിട്ട. അവിടെ ഏറ്റവും യുവ നേതാവായ മറ്റൊരു ക്രൈസ്തവ നേതാവായ അനൂപ് ആന്റണിയാണ് അവിടെ പ്രഭാരിയായി വന്നിരിക്കുന്നത്. മറ്റേത് പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലും BJP-ക്ക് വലിയൊരു സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും സ്വാധീനമുള്ളത് കൊണ്ട് തന്നെയാണ് തൻ്റെ കഴിവ് കൃത്യമായി തെളിയിച്ച ഒരു നേതാവാണ് KK അനീഷ്. അദ്ദേഹം പണ്ട് തൃശ്ശൂരിലെ ജില്ലാ പ്രസിഡന്റായിരുന്നു. സുരേഷ് ഗോപിയുടെ വിജയത്തിന് വലിയ രീതിയിൽ ചുക്കാൻ പിടിച്ച ഒരു നേതാവ് കൂടിയാണ് ഈ അനീഷ് കുമാർ. പിന്നീട് കാസർഗോഡ് VK സജീവൻ, തൃശ്ശൂർ MV ഗോപകുമാർ, തിരുവനന്തപുരം K സോമൻ, ഇടുക്കി പന്തളം പ്രതാപൻ, വയനാട് V ഉണ്ണികൃഷ്ണൻ, മലപ്പുറം രഞ്ജിത്ത്, കോഴിക്കോട് ജയചന്ദ്രൻ, കണ്ണൂർ ശ്രീകാന്ത്, കാസർഗോഡ് ജില്ലയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയായിരുന്ന ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള യുവതലമുറയിൽ നിന്നുള്ള നേതാക്കളെയാണ് BJP ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അവർ എന്തായാലും 2 കൽപ്പിച്ചാണ്. ഇപ്പോൾ നേടിയില്ലെങ്കിൽ ഇനി നേടാൻ കഴിയില്ലെന്ന ചിന്ത ഓരോ പ്രവർത്തകനെ പോലെ തന്നെ നേതാക്കൾക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനമാണ് കാണുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് കൃത്യമായി ഇത്തരം അജണ്ടകളും പദ്ധതികളും വലിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കേരളത്തിൽ BJP-ക്ക് കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.